അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. 1-2 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലാഹു തആല പരിശുദ്ധമായ റമളാനിനെ അതിൻ്റെ ആദരവോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കാനും അതേ ആദരവോടെയും ബഹുമാനത്തോടെയും പറഞ്ഞയക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ റമളാനിൽ ഒരുപാട് അമലുകൾ ഇഖ്ലാസോടുകൂടി ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അതുപോലെ ലൈലത്തുൽ ഖദ്ർ കിട്ടിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ മാസത്തിനെ കുറിച്ച് നമുക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിലുപരി നമ്മുടെ ഉസ്താദുമാർ വഅളിലൂടെയും ക്ലാസ്സിലൂടെയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഫർളിന്റെ കൂലി അല്ലാഹു തആല നൽകുന്നു എന്നുള്ളതാണ്. അത് എത്ര ചെറിയ സുന്നത്താണെങ്കിലും വലിയ സുന്നത്താണെങ്കിലും അതിനൊക്കെ ഓരോന്നിനും ഫർളിന്റെ കൂലി നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു ഫർള് ചെയ്യുമ്പോൾ 70 ഫർള് ചെയ്തതിന്റെ കൂലി നൽകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത് ഫർളായ കാര്യങ്ങളല്ല. കാരണം ഫർളായ കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്, അത് ചെയ്തേ പറ്റൂ. എന്നാൽ നമുക്ക് അധികമായിക്കൊണ്ട് ഓവർ ടൈം ആയിക്കൊണ്ട് അല്ലാഹു തആല ചെയ്തു തരുന്ന സുന്നത്തായ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. കാരണം റമളാൻ മാസത്തിലാകുമ്പോൾ അതിനോരോന്നിനും ഫർളിന്റെ കൂലിയാണ്. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മളൊരു നിയ്യത്തിന്റെ കുറവ് മാത്രമേ അതിലുണ്ടാകാറുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധ മാത്രമേ അതിൽ വേണ്ടതുള്ളൂ. എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, എല്ലാ ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഏതാണ് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് മാക്സിമം എല്ലാ ആളുകളിലേക്കും വാട്സപ്പിലൂടെയും മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഒരാൾ ഒരു അമല് ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക സമയം. ഏതാണ് സമയം? നമ്മൾ ഉറങ്ങിയിട്ട് അത്താഴത്തിന് എണീക്കുന്ന സമയം. അത്താഴം കഴിക്കൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചില്ലെങ്കിലും ഒരു കാരക്കയെങ്കിലും ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കൽ സുന്നത്താണ്. അതിന് സുന്നത്തിന്റെ കൂലി കിട്ടും. അപ്പൊ ഞാനിവിടെ അക്കമിട്ട് എണ്ണി പറയുന്നില്ല കാരണം ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഈ പറയുന്നത് നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക. നമ്മൾ ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ വലതു ഭാഗം ചെരിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കൽ സുന്നത്താണ്. വലതുഭാഗം ചെരിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ആ എഴുന്നേൽക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലലും സുന്നത്താണ്. അതുപോലെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നുള്ള ദിക്ർ ചൊല്ലലും സുന്നത്താണ്. 3 സുന്നത്ത് അവിടെ തന്നെയായി. ആ എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ പോകുന്നത് മുഖം കഴുകാനായിരിക്കും. ആ മുഖം കഴുകുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ, പല്ല് തുടക്കൽ സുന്നത്താണ്. പല്ല് തുടക്കൽ എന്ന് പറയുമ്പോൾ അവിടെ കുറെ സുന്നത്തുകളുണ്ട്. ആദ്യം വലതു ഭാഗത്ത് പല്ല് തേക്കൽ സുന്നത്താണ്, പിന്നെയാണ് ഇടതു ഭാഗത്ത് തുടക്കൽ. അതുപോലെ തന്നെ നാവ് തുടക്കൽ സുന്നത്താണ്. നാവിൽ തന്നെ നാവ് നീളത്തിൽ തുടക്കൽ സുന്നത്താണ്. പല്ലാണെങ്കിൽ ഇങ്ങനെ അകലത്തിൽ തുടക്കൽ സുന്നത്താണ്. അതുപോലെ ബ്രഷ് പിടിക്കേണ്ടത് വലതു കൈ കൊണ്ടാണ്. വലതു കൈ കൊണ്ട് തന്നെ ഈ തള്ളവിരലും ചെറുവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്താകുന്ന രൂപത്തിൽ, ബാക്കി 3 വിരലുകൾ ബ്രഷിന്റെ മുകൾ ഭാഗത്തിലാകുന്ന രൂപത്തിൽ ഇതുപോലെ ബ്രഷ് പിടിച്ചിട്ട് പല്ല് തേക്കലും സുന്നത്താണ്. എത്ര സുന്നത്തുകളായി, ഒരുപാട് സുന്നത്തുകളായി. എന്നിട്ട് നമ്മൾ ബ്രഷ് കഴിഞ്ഞിട്ട് മുഖം കഴുകിയിട്ട് പിന്നെ ഉറങ്ങി എഴുന്നേറ്റാൽ മൂത്രമൊഴിക്കൽ സുന്നത്താണ്. അതിനുവേണ്ടി നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് സുന്നത്തുകൾ. ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കണം. ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ തന്നെ വലതു കാലിൽ ആദ്യം ധരിക്കൽ സുന്നത്താണ്. എന്നിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത് കാല് മുന്തിച്ച് ആദ്യം കടക്കൽ സുന്നത്താണ്. അങ്ങനെ കടക്കുമ്പോൾ തന്നെ ഒരു ദിക്ർ ചൊല്ലലും സുന്നത്താണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ആ ദിക്ർ പറയലും സുന്നത്താണ്. അങ്ങനെ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വരുമ്പോൾ വലത് കാല് വെച്ച് പുറത്തിറങ്ങൽ സുന്നത്താണ്. എന്നിട്ട് അവിടെയും ഒരു ദിക്ർ പറയാനുണ്ട്. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ-അദ വൽ ആഫാനി. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ-അദ വൽ ആഫാനി. ആ ദിക്ർ പറയലും സുന്നത്താണ്. എന്നിട്ട് നമ്മൾ ചെരുപ്പ് അഴിച്ചു വെക്കുന്നുണ്ടെങ്കിൽ
ആദ്യം ഇടതുകാലിന്റെ ചെരുപ്പ് അഴിച്ചു വെക്കലും സുന്നത്താണ്. എത്ര സുന്നത്തുകളായി! ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ചെറിയ സമയം കൊണ്ടാണ് ഈ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുമ്പോൾ വളരെ പോരിശയാക്കപ്പെട്ട വലിയൊരു സുന്നത്ത് നിസ്കാരമാണ്. ഒരുപാട് ഫായിദകളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിൽ ഒരുപാട് സുന്നത്തുകൾ. ആ നിസ്കാരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഞാൻ തൽക്കാലം തഹജ്ജുദ് നിസ്കാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ആ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മൾ അത്താഴം കഴിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത്താഴം കഴിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ച വലിയൊരു സുന്നത്താണ്. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് നോമ്പ് നോക്കുമ്പോൾ വിശപ്പില്ലാതിരിക്കാൻ വേണ്ടിയാണ് അത്താഴം കഴിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. അത്താഴത്തിന്റെ സമയത്ത് ഒരു കാരക്കയെങ്കിലും, ഒരു ഈത്തപ്പഴമെങ്കിലും ഞാൻ അത്താഴം കഴിക്കുന്നു എന്നുള്ള നിയത്തോടു കൂടി കഴിച്ചാൽ ആ സുന്നത്ത് കിട്ടി. അത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സുന്നത്താണ്. പക്ഷെ നമ്മൾ സാധാരണ ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. എന്നാൽ നമ്മൾ അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ അവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുന്നത്തുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ ഒന്ന് പോയി കാണുക, നമ്മുടെ ചാനലിലുണ്ട്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്നും ഭക്ഷണം കഴിക്കണം. പല ഭാഗങ്ങളിൽ നിന്നും വാരിയിട്ട് തിന്നാൻ പാടില്ല. അതുപോലെ നമ്മൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കണം. ബിസ്മി ആദ്യം മറന്നുപോയാൽ ഇടയിൽ ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ എത്ര സുന്നത്തുകളായി. പിന്നെ ഭക്ഷണം പല ഭാഗങ്ങളിൽ നിന്നും എടുത്തു തിന്നേണ്ട അവസരം വരാറുണ്ട്. എപ്പോഴാണെന്നറിയോ? ചിലപ്പോ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഒരേ പാത്രത്തിൽ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ആപ്പിള്, പൈനാപ്പിള്, ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഒരേ പാത്രത്തിൽ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എനിക്ക് വേണ്ടത് ആപ്പിളാണ്. ആപ്പിള് ഈ പാത്രത്തിന്റെ അപ്പുറത്തലക്കാനുള്ളത് എങ്കിൽ എനിക്ക് അവിടെ നിന്ന് എടുത്ത് കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കൽ സുന്നത്താണ്. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ. എത്ര സുന്നത്തുകളായിപ്പോ! നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് അത്താഴം കഴിച്ചതേ ഉള്ളൂ. ഈ സമയത്തേക്ക് ഒരുപാട് സുന്നത്തുകൾ. ഇതിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരുപാട് സുന്നത്തുകൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ ആ സുന്നത്തുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഞാൻ സുന്നത്ത് ചെയ്യുന്നു എന്നുള്ള ഒരു നിയത്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫർളായിട്ട് കിട്ടുകയല്ലേ നോമ്പിന്റെ കാലത്ത്, റമദാനിൽ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കാറില്ലേ, പല്ല് തുടക്കാറില്ലേ, ബാത്റൂമിൽ പോകാറില്ലേ, ഭക്ഷണം കഴിക്കാറില്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം സുന്നത്തുകളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാഹു തആല ഒരുപാട് അമലുകൾ ഇഖ്ലാസോടുകൂടി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.